1992 മാർച്ച് മാസം 27-ാം തീയതി രാവിലെ അഭയുടെ മൃതദേഹം കോട്ടയം പയസ്റ്റൻ്റ് കോൺവെൻറ്റ് ഹോസ്റ്റലിലെ കിണറ്റിൽ കാണപ്പെട്ടു. അതാണ് കേസ്. തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയം വെസ്റ്റ് പോലീസാണ് അന്വേഷണം തുടങ്ങിയത്. സ്ഥലത്തെത്തിയ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിൻ ഈ മൃതദേഹം കണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും സാക്ഷികളെ കണ്ടു ചോദിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 ദിവസം കൊണ്ട് 27ഓളം സാക്ഷികളെ കണ്ടു ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിഗമനം ഇതൊരു ആത്മഹത്യയോ കൊലക്കേസോ ആകാമെന്നാണ്. അദ്ദേഹം ഒരിടത്തും ഇതൊരു ആത്മഹത്യയാക്കി തീർക്കാനോ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറായില്ല. രണ്ടിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കാരണം മുറിവുകളുടെ നിജസ്ഥിതി നോക്കിയും അതിൻ്റെ ഗൗരവമുള്ളതല്ലെന്ന് മനസ്സിലാക്കിയും അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി ആത്മഹത്യയാകാൻ സാധ്യതയുണ്ട് എന്നും, അതേസമയം അവിടെ സീനിൽ ചില കൊട്ട മറിഞ്ഞു കിടന്നിരുന്നു, ഒരു കോടാലി അവിടെ കിടന്നിരുന്നു, ഫ്രിഡ്ജ് തുറന്ന് കിടന്നിരുന്നു, വെള്ളക്കുപ്പി അങ്ങനെ കിടന്നിരുന്നു, അങ്ങനെയുള്ള ചില സംശയമുള്ള കാര്യങ്ങളുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ നിഗമനം 2 കൊല്ലം കഴിഞ്ഞു. തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണം കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ CBCID വിഭാഗം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ചുമതല DYSP സാമുവലിനായിരുന്നു. അവരെ അന്വേഷണം നടത്തി സുദീർഘമായ അവരുടെ അന്വേഷണത്തിന് ശേഷം അതേ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം പരിശോധിച്ച ശേഷം അവരെത്തിച്ചേർന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നാണ്. ക്രൈംബ്രാഞ്ചിന് ഇതൊരു ആത്മഹത്യയായിരുന്നുവെന്ന് പറഞ്ഞു തീർക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പ്രകാരം ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ഡ്രൗണിങ് എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ രാധാകൃഷ്ണൻ പറയുന്നത്. അഭയുടെ ശരീരത്തിൽ 6 മുറിവുകളുണ്ടായിരുന്നു. എല്ലാ മുറിവുകളും സൂപ്പർഫിഷ്യൽ, അതായത് ഒരഞ്ഞ് അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആഘാതത്തിലുള്ളതോ മരണകാരണമായോ ഒരു മുറിവും ഉണ്ടായിരുന്നതായി രാധാകൃഷ്ണൻ പറയുന്നില്ല. രാധാകൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഇറ്റ്സ് എ ഡ്രൗണിങ് ഡ്യൂ ടു ആസ്ഫിക്സിയ, അതായത് മുങ്ങി മരണമാണ്. ഈ കേസിൽ വെറ്റ് ഡ്രൗണിങ് ആണ്, അതായത് വെള്ളം കുടിച്ചുള്ള മരണമാണ്. അഭയയുടെ വയറ്റിൽ 300 ml വെള്ളം ഉണ്ടായിരുന്നു. അഭയയുടെ ലങ്സിലേക്ക് റിബ്സ് പ്രിയേഴ്സ് ചെയ്ത് റിബ്സ് മാർക്കുണ്ടായിരുന്നു. സകല ലക്ഷണവും വെള്ളം കുടിച്ച് മരിഞ്ഞതിൻ്റെ ലക്ഷണമാണെന്ന് രാധാകൃഷ്ണൻ തൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതിനർത്ഥം അഭയ കിണറ്റിൽ ഇറങ്ങുമ്പോൾ ബോധമുണ്ടായിരുന്നു എന്നാണ്. അതിരാവിലെ ഈ അഭയുടെ മൃതദേഹം എവിടെയാണെന്നറിയാത്ത കാരണത്താൽ അയൽവാസികളെല്ലാം പാതാള കരണ്ടി കൊണ്ട് ആ കിണറ്റിനകത്തിട്ടു. അതിനുശേഷം മുള കൊണ്ട് കുത്തിയെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത് ഈ കൊയാഗുലേഷൻ, അതായത് രക്തം കട്ട പിടിച്ച് ശരീരത്തിൻ്റെ അടിഭാഗത്ത് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂറിനോ 1 മണിക്കൂറിനോ അകം ഈ ചെറിയ മുറിവുണ്ടായാൽ രക്തം വരും. അങ്ങനെ ആൻറ്റിമോർട്ടം ഇഞ്ചറിയും പോസ്റ്റ്മോർട്ടം ഇഞ്ചറിയും തമ്മിൽ തിരിച്ചറിയാൻ സാധ്യമല്ല. അതായത് രാധാകൃഷ്ണൻ പോസ്റ്റ്മോർട്ടം ആൻറ്റിമോർട്ടം ഇഞ്ചറി എന്ന് വ്യക്തമായി പറഞ്ഞത് ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം ഇഞ്ചറീസ്, അതായത് മുള കൊണ്ട് കുത്തിയയിൽ നിന്നും പാതാളകരൻ്റെ ഇട്ടയിൽ നിന്നും ആകാൻ സാധ്യതയുള്ളതായും തള്ളിക്കളയാനൊക്കത്തില്ല. ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്ന ഒരു കാര്യം, അഭയയുടെ അമ്മ സ്കിസോഫേനിയ എന്ന് പറയുന്ന തീവ്ര മനോരോഗത്തിന് അടിമയായിരുന്നുവെന്നും ആ മനോരോഗത്തിന് ചികിത്സയ്ക്ക് വിധേയയായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ തെളിവ് അവരെടുത്തിട്ടുണ്ട്. പിറവത്തുള്ള ജേക്കബ്സ് ക്ലിനിക്ക് എന്ന് പറയുന്ന ക്ലിനിക്കിൽ കഴിഞ്ഞ 20 വർഷത്തോളം മനോരോഗത്തിന് ചികിത്സ നടത്തിയിരുന്നു എന്ന വിധത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ സാമുവൽ മരിച്ചുപോയി. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അത് അവർ സ്വീകരിച്ചിട്ടില്ല. അവർ ഈ ഡോക്ടർ കൊടുത്ത ചീട്ട് കീറിക്കളഞ്ഞിട്ട് അയാളെ ഭയപ്പെടുത്തി. അയാൾ പറഞ്ഞു, ഞാൻ പണ്ട് ലോക്കൽ പോലീസിന് പറഞ്ഞെങ്കിലും ഇവർക്ക് മാനസിക രോഗം വന്നത് പിന്നീടാണ്. ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനോട് നിങ്ങൾ ചോദിക്കേ, കേരളത്തിലുള്ള ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കേ, പിന്നീട് വന്നാൽ നേരത്തെ വന്നാലും സ്ക്രിസോഫേനിയ ഇങ്ങനൊരു മാരക രോഗം വന്ന അനന്തരം അവർക്ക് കുടുംബക്കാർക്ക് ഇത്തരം മാനസിക രോഗം വരാൻ സാധ്യതയുണ്ടോ? എത്രത്തോളം സാധ്യതയുണ്ട്? 90% സാധ്യത എന്നുള്ളത് നിഷേധിക്കാനൊക്കെ മാത്രമോ? അഭയുടെ സ്വന്തം അമ്മാവൻ പല പ്രാവശ്യം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം കിണറ്റിൽ അവസാനം ചാടി ആത്മഹത്യ ചെയ്തതായി പിറവം പോലീസ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് FIR എടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തമായ അറിവ്. മൂന്നാമത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കാര്യം, അവരുടെ പാട്രിമോണി കൊടുത്തിട്ടില്ല. അതായത് ഒരു മഠത്തിൽ ഒരാൾ ചേരുമ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ട ഒരു വീതം അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാത്ത വീതം കിട്ടാത്ത കാരണം അവർ മാനസികമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ പഠിക്കുന്നതിൽ വളരെ മോശമായിരുന്നു. 8 മാർക്കാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലഭിച്ചത്. അങ്ങനെ പല കാരണങ്ങളാർക്കും അവർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറ്റും. അവരധികമായിട്ട് സംസാരിക്കുന്ന ആളല്ല, കൂടുതൽ ഇടപഴകത്തില്ലായിരുന്നു. അവരുടെ രീതിയും അവരുടെ പെരുമാറ്റ രീതിയും കണ്ടാൽ തന്നെ അവർക്ക് പിന്നീട് ബോധ്യപ്പെട്ടു ഇങ്ങനെയായിരുന്നു. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ഈ കേസിലെ 99% തെളിവുകൾ കൊണ്ടും രേഖകൾ കൊണ്ടും മെഡിക്കൽ എവിഡൻസ് കൊണ്ടും ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ഇതിനകത്തൊരല്പം അപാകത പറ്റിയിട്ടുണ്ട്. ആ സീൻ ഓഫ് ക്രൈം, അതായത് അവിടുത്തെ വയസ്റ്റൻഡ് കോൺവെൻറ്റ് ഹോസ്റ്റലിലെ അടുക്കളയിൽ നമ്മൾ കാണപ്പെടുന്നത് ചില തെളിവുകൾ. കുട്ട മറിഞ്ഞു കിടക്കുന്നു, കോടാലി അവിടെ ഉണ്ട്, ചപ്പൽ കിടക്കുന്നു, വെള്ളക്കുപ്പി ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നു, വെള്ളക്കുപ്പി അവിടെ കിടക്കുന്നു. ഇത് കേവലം ഒരാത്മഹത്യയിൽ കാണപ്പെടുന്നതല്ല. സാധാരണഗതിക്ക് ഒരാത്മഹത്യയിൽ കാണപ്പെടാൻ സാധ്യത വളരെ കുറവുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊരു കൊലപാതകമാകാൻ പാടില്ല എന്നാണ്. ഞങ്ങൾക്കും അതിലൊരു ചെറിയ സംശയമുണ്ട്. കൊലപാതകമല്ല, മരണത്തിൻ്റെ തെളിവ് നോക്കിയാൽ 100% ഇത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ഈ സാധനം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. അത് സിമുലേറ്റഡ് എന്ന് പറയും. അതായത് ചിലർ സ്വന്തമായിട്ട് ഈ കൊള്ളയടിച്ചു എന്ന് വരുത്താൻ വേണ്ടി പല വലിയ കേസുകളിൽ സ്വന്തമായിട്ട് കൈയും കാലും കെട്ടിവെച്ചിട്ട് എന്നെ വരിഞ്ഞു കെട്ടിയിട്ട് ആളുകൾ ആക്രമിച്ചു, സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചിട്ട് കൊള്ളക്കാർ വന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞു. അതാണ് സിമുലേറ്റഡ് കേസ് എന്ന് പറയുന്നത്. അതായത് യാഥാർത്ഥ്യത്തിൽ നിന്നും സീന് പോലീസ് വരുന്നതിന് മുൻപ് സീൻ ഡിസ്റ്റർബ് ചെയ്യുകയാണ് പറയുന്നത്. ഈ സംഭവത്തിൽ ഒന്നുകിൽ ആരോ മനഃപൂർവ്വം പോലീസും ബന്ധപ്പെട്ട അധികാരികളും വരുന്നതിന് മുൻപ് ഇതൊരു കൊലപാതകമല്ലേ എന്നൊരു സജഷൻ കൊടുക്കുന്നതിന് വേണ്ടി, എത്രത്തോളം സഭയുടെ ഉന്നതർ അറിഞ്ഞുവെന്നറിയില്ല, ആളുകൾ വരുന്നതിന് മുമ്പേ താഴെയുള്ളവരുടെ കൊച്ചു മനസ്സ്, കുസൃതി മനസ്സ് ഇപ്രകാരം പ്രവർത്തിച്ച് കാണില്ലേ എന്ന് ന്യായമായിട്ട് സംശയിക്കാം. അല്ലാതെ സാധാരണഗതിയിൽ ഇത്രയും ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകില്ല. ഇത് യഥാർത്ഥത്തിലൊരു കൊലപാതകമാണ്, ആത്മഹത്യയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നേരത്തെ
ഇതെല്ലാം അങ്ങ് മാറ്റിവെച്ചാൽ പോലെ. അതായത് ഈ മറിഞ്ഞു കിടക്കുന്ന കൊട്ടയും മറിഞ്ഞു കിടക്കുന്ന കോടാലിയും ഈ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം നേരെ എടുത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയമൊന്നും വരത്തില്ലല്ലോ. അപ്പം കൊലപാതകം ആത്മഹത്യയൊക്കെ ആക്കാൻ ശ്രമിച്ചാൽ ഈ സാധനങ്ങളെല്ലാം അവർ ക്ലീനാക്കി. അതേസമയം ആത്മഹത്യ കൊലപാതകമാക്കാൻ ശ്രമിച്ചാൽ ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതാരുടെ ഒരു കുസൃതിയോ ആരുടെ ഒരു അറിവില്ലായ്മയോ ആരുടെ ഒരു തെറ്റിദ്ധാരണ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാം. അതാണ് ഈ കേസിനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ആരിത് പിന്നിൽ പ്രവർത്തിച്ചാലും അതിൻ്റെ അനന്തരഫലങ്ങളാണ് പാവപ്പെട്ട കന്യാസ്ത്രീയും രണ്ടച്ഛന്മാരും സഹിക്കേണ്ടി വന്നു. CBIയുടെ കേസ് ഇപ്രകാരമാണ്. 26-ാം തീയതി രാത്രിയിൽ 2 അച്ഛന്മാർ സാധാരണ വേഷത്തിൽ ഒരു സ്കൂട്ടറിൽ എത്തി. അതായത് കോട്ടൂരച്ഛൻ തൻ്റെ സ്കൂട്ടറിലും മറ്റേ അച്ഛൻ്റെ പുറകിലോ നടന്നോ വയസ്റ്റെൻഡ് കോൺവെന്റ് ഹോസ്റ്റലിനടുത്തെത്തി. അവർ 2 പേരും 8 അടി പൊക്കമുള്ള മതിൽ ചാടിക്കടന്നു. നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോട്ടയംകാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയം വയസ്റ്റെൻഡ് കോൺവെന്റ് കാണാനിടയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും കാണാം 8 അടിയിലധികം പൊക്കമുള്ള ഒരു മതിലാണ് അതിനുള്ളത്. എങ്ങനെയാണ് ഈ മതിൽ ചാടിക്കടന്നതിന് പ്രോസിക്യൂഷൻ ഉത്തരവില്ല. പ്രോസിക്യൂഷൻ്റെ ജോലിയാണ് ഇത് തെളിയിക്കേണ്ടത്. അപ്പം അവിടെ പോലും കേസ് എത്തിയിട്ട് അവർ നേരെ അകത്തോട്ട് കയറുന്നതിന് പകരം, അടക്കരാജു പറയുന്നതാണ്, അവർ നേരെ പുറകിലുള്ള ഒരു സ്റ്റെപ്പേ കയറിയ 4 അടി പൊക്കമുള്ള സ്റ്റെപ്പ്, 5 അടിയോളം പൊക്കമുള്ള സ്റ്റെപ്പേ കയറിയിട്ട് സ്പൈറൽ ഗോമണിയിലൂടെ 4 നില കെട്ടിടത്തിൻ്റെ മുകളിലെത്തി ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്ത് അടക്കരാജുവിന് ഇവരെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയ ശേഷം വീണ്ടും തിരിച്ചു വന്നു. ഒരു 2-3 പട്ടികളെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അന്യരെ ആരെ കണ്ടാലും അവർ കടിച്ചു കൊല്ലും. അതുപോലുള്ള പട്ടികളാണ് അവിടെ കിടക്കുന്നത്. ആ പട്ടി ഉണ്ടായിട്ടും ഇവരകത്തോട്ട് ചാടിക്കയറുന്നതിന് പകരം നേരെ 2 നില 4 നിലയുടെ മുകളിലേക്കാണ് പോയത്. അതിനുശേഷം വീണ്ടും സ്പൈറൽ ഗോണയിലൂടെ, അതായത് ചുറ്റിയുള്ള വളരെ വീതി കുറഞ്ഞ ഗോവണിയിലൂടെ താഴെ ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് പ്രവേശിച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അവിഹിത ബന്ധത്തിന് പോകുന്നയാൾ എത്രയും പെട്ടെന്ന് 5 സെക്കൻഡിനകത്ത് അടുക്കളയിൽ കയറേണ്ടതിന് പകരം 15 മിനിറ്റിൽ കൂടുതലെടുത്ത് ലൈറ്റ് അടിച്ച് പരിസരം പതിച്ചു. അത് തന്നെ ഒന്നാമത്തെ തെറ്റ്. ഈ അടുക്കളയെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതുവരെ പൊതുജനങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വയസ്റ്റെൻഡ് കോൺവെന്റ് ഹോസ്റ്റലിന് 4 നിലയാണ്. അതിൽ താഴത്തെ 3 മുകളിലോട്ടുള്ള നിലയും താഴത്തെ നില ഒരു സെല്ലാറ് പോലെയാണ്. ആ സെല്ലാറിൻ്റെ മധ്യഭാഗത്താണ് ഇതിൻ്റെ സ്റ്റെയർ കേസ്. മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് മധ്യഭാഗത്താണ്. മധ്യഭാഗത്തിറങ്ങിയാൽ തെക്ക് വശത്തേക്ക് വന്നാൽ തെക്ക് വശത്താണ് അടുക്കള. ഏതാണ്ട് മധ്യഭാഗത്തിനോടടുത്താണ് സിസ്റ്റർ സെഫി താമസിക്കുന്ന, അകത്തുനിന്ന് പൂട്ടാവുന്ന സേഫായിട്ടുള്ള ഒരു മുറി. വടക്ക് വശം ഇരുട്ടാണ്. അത് ഏതാണ്ട് 10-30 അടി നീളത്തിൽ കോറിഡോറ് വടക്കോട്ട് കിടക്കുകയാണ്. തെക്കോട്ട് കോറിഡോറ്, അതായത് സെൻട്രൽ മധ്യഭാഗത്ത് വന്നിട്ട് തെക്കോട്ട് വന്നാൽ ചാരിക്കിടക്കുന്ന അടുക്കളയുണ്ട്, ലൈറ്റുണ്ട്. അപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നോ ആരിട്ടെന്ന് അറിയത്തില്ല. ആർക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ വരത്തക്കത്തിൽ ലൈറ്റ് അടുക്കള തുറന്നു കിടക്കുകയാണ്. ആ അടുക്കളയിൽ വെച്ചാണ് ഈ 2 അച്ഛന്മാരും ഈ കന്യാസ്ത്രീയുമായിട്ട് സംഭോഗം നടത്തിയെന്ന് പറയുന്നത്. ആ അടുക്കളയുടെ വീണ്ടും തെക്കോട്ടിറങ്ങിയാൽ അടുക്കളയ്ക്ക് ഈ പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വിളമ്പി വെച്ച സാധനം പുറത്തോട്ടെടുക്കാനും വർക്ക് ഏരിയയിൽ നിന്ന് സാധനം ഇങ്ങോട്ടെടുക്കാനും വേണ്ടിയൊക്കെയുള്ള 2 ജനലുകളില്ലാത്ത ഓപ്പണിങ്സ് ഉണ്ട്. കൂടാതെ 2 ജനലുകളുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്പണിങ്സ് ഉള്ള ഈ അടുക്കളയുടെ വീണ്ടും തെക്കോട്ടിറങ്ങിയാൽ ഒരു ഡോറുണ്ട്. ആ ഡോറിൽ നിന്നും ഇടത്തോട്ട് കിഴക്കോട്ട് പോയാൽ, അതായത് തെക്കോട്ടിറങ്ങി ഇടതുവശം കിഴക്കോട്ട് പോയാൽ ആണ് പുറത്തോട്ടുള്ള ഓപ്പണിങ്, അതായത് അച്ഛന്മാർ കയറി എന്ന് പറയുന്ന ഓപ്പണിങ്. ആ വർക്ക് ഏരിയയിലാണ് കൊട്ട, പിന്നെ കോടാലി, ചെരുപ്പ് അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ
അലങ്കോലപ്പെട്ട് കിടന്നിരുന്നത്. ഒരു ചെരുപ്പ് ഫ്രിഡ്ജ് വന്നപ്പോൾ വീണ്ടും ആ മുറിയിൽ നിന്ന് വലത്തോട്ട്, അതായത് കിഴക്ക് ഭാഗത്തേക്ക് വീണ്ടും പോയാൽ അടുക്കള കഴിഞ്ഞ 2 മുറിയാണ്. ഒന്ന് വർക്ക് ഏരിയ, വലതുവശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന മുറി. ആ മുറിയിലാണ് ഫ്രിഡ്ജ് ഉള്ളത്. ആർക്കും മുകളിൽ നിന്നും താഴേക്ക് വന്ന് ഫ്രിഡ്ജിനടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി അടുക്കളയിൽ നിന്നും വർക്ക് ഏരിയയുടെ കഥ കറങ്ങി അടുത്ത വലതു ഭാഗത്തിരിക്കുന്ന ഫ്രിഡ്ജിരിക്കുന്ന മുറിയിൽ പോകണം. ഈ അഭയയും ഫ്രിഡ്ജിനടുത്ത് വരുന്നത് അടുക്കളയിൽ നിന്നുമാണ്. അതായത് താഴേക്ക് വന്നു, സ്റ്റെപ്സ് ഇറങ്ങി വന്നു, കോറിഡോറുകളിൽ കൂടെ വന്ന് അടുക്കളയിലെത്തി, അടുക്കളയുടെ തെക്ക് വശത്തുള്ള വർക്ക് ഏരിയയിലെത്തി, വർക്ക് ഏരിയയുടെ വലതുവശത്തുള്ള ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാനെത്തി. എത്തിയെങ്കിൽ അന്നേരം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛന്മാരെയും അഭയെയും കണ്ടു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്? അടുക്കള വഴി മാത്രമേ ഫ്രിഡ്ജിരിക്കുന്ന മുറിയിൽ പോകാൻ കഴിയുകയുള്ളൂ. എങ്കിൽ ഫ്രിഡ്ജിരിക്കുന്ന അടുക്കളയിൽ വന്നപ്പോൾ അച്ഛന്മാർ സംഭോഗം നടത്തുന്ന കണ്ടപ്പോൾ കണ്ണടച്ചോണ്ട് ഇത് കാണണ്ടെന്ന് കരുതി ഫ്രിഡ്ജിരിക്കുന്ന മുറിയിലെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടുവെന്നാണ് കേസ്. അതെങ്ങനെ സംഭവിക്കും? അതാണ് നമ്പർ 1 കള്ളം. വേറൊരു കാര്യം, സിസ്റ്റർ സെഫിക്ക് ഇവിടെ തന്നെ അടച്ചും അടമാനമുള്ള അകത്തു നിന്നും കുറ്റിയിട്ട് പൂട്ടാവുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഈ മുറിയിൽ സിസ്റ്റർ സെഫി തന്നെയായിരുന്നു. എന്തുകൊണ്ട് അച്ഛന്മാരെ ആ അടയ്ക്കാവുന്നതും അകത്ത് നിന്ന് പൂട്ടിടാവുന്നതുമായ ആ മുറി തങ്ങളുടെ സംഭോഗത്തിന് ഉപയോഗിക്കില്ല? അതൊരു ചോദ്യമാണ്. പരീക്ഷാ ദിവസമാണ്. 2:30-3 മണി മുതൽ 4 മണി മുതൽ കുട്ടികളെല്ലാം ഉണർന്നിരുന്ന് പഠിക്കുന്ന സമയമാണ്. ആരും ഈ സമയത്ത് അടുക്കളയിലേക്ക് വരും. അടുക്കള ജോലിക്കാർ രാവിലെ 5 മണിക്ക് അടുത്ത സമയത്ത് പാചകം ചെയ്യാൻ വരും. അവരും വരാൻ സാധ്യതയുണ്ട്, കുട്ടികളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരീക്ഷ ഈ പ്രൊഫസർമാരായ ഈ പ്രതികൾക്കറിയാമായിരുന്നു ഇത് പരീക്ഷാ ദിവസമായിരുന്നു അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ പരീക്ഷാ ദിവസം തന്നെ തങ്ങളുടെ സംഭോഗത്തിനായി ഈ പ്രൊഫസർമാർ തിരഞ്ഞെടുത്തു? എന്തിന് അടുക്കള തന്നെ തിരഞ്ഞെടുത്തു? എന്തിന് കുട്ടികൾ 125ഓളം കുട്ടികളുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു? എല്ലാവരും പറഞ്ഞ അമ്മമാരുടെ കോൺവെൻ്റാണ്. കോൺവെൻ്റല്ല, 150 അന്തേവാസികളുള്ളതിൽ 125ഓളം പേര് നാനാജാതി മതസ്ഥരായ സ്റ്റുഡൻസും 20ഓളം കന്യാസ്ത്രീകളുമാണ്. അപ്പോൾ ഇത്രയും വിവാഹം കഴിക്കാത്ത കൊച്ചു കുട്ടികളായ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലെ അടുക്കള 2 അച്ഛന്മാർ ഒരേ സമയം തങ്ങളുടെ സംഭോഗത്തിനായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു കന്യാസ്ത്രീയുമായിട്ട് ഒരേ സമയം സംഭോഗം നടത്തുന്നതിനായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇതാര് വിശ്വസിക്കും? കഥ എഴുതുമ്പോൾ അതിനൊരു ഒരു 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 വിശ്വസനീയത വേണ്ടേ? ആദ്യത്തെ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സിസ്റ്റർ സെഫി, ഫാദർ ജോസ് പുതുർക്കയിൽ, ഫാദർ തോമസ് കോട്ടൂർ എന്നിവരെ ചോദ്യം ചെയ്താൽ അഭയ കൊലക്കേസിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് സൂചിപ്പിക്കുന്ന OSH സന്യാസി സഭാംഗമായ ഫാദർ താഴപ്പള്ളിയുടെ കത്ത് CBIക്ക് ലഭിക്കുന്നത്. ഫാദർ താഴപ്പള്ളിയുടെ പ്രസ്തുത കത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വൈരാഗ്യബുദ്ധി ഒന്നു മാത്രമാണ്. കോട്ടയം അതിരൂപതയുടെ മുഖപത്രമായ അപ്നാദേശിൻ്റെ മാനേജരായിരുന്ന പ്രസ്തുത വൈദികൻ്റെ പേരിൽ സാമ്പത്തിക തിരിമറി ആരോപിക്കപ്പെടുകയും ഫാദർ കോട്ടൂർ അടക്കമുള്ള അന്വേഷണ കമ്മീഷൻ അത് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. BCM കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്ന ഫാദർ പുതുർക്കലിനും അപ്നാദേശിൽ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അപ്നാദേശിൻ്റെ ഓഫീസിലായിരുന്നു സിസ്റ്റർ സെഫി ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധങ്ങൾ കൂട്ടിക്കെട്ടി ഫാദർ താഴപ്പള്ളിയുടെ കുബുദ്ധിയിലാണ് ആദ്യമായി ഇവരുടെ മൂവരുടെയും പേരുകൾ അഭയ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. ഫാദർ താഴപ്പള്ളിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ CBI അന്വേഷണത്തിൽ തന്നെ വൈദികരെയും കന്യാസ്ത്രീയെയും ചോദ്യം ചെയ്യുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. തോമസ് താഴപ്പള്ളി ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ചമയ്ക്കുന്ന വ്യക്തിയാണെന്നും
സിബി ജേക്കബ് എന്നയാളെ സ്വഭാവഹത്യ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഏറ്റുമാനൂർ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും വൈദികർക്കും കന്യാസ്ത്രീക്കുമെതിരെ താൻ ഉന്നയിച്ച ആരോപണത്തിന് യാതൊരുവിധ തെളിവുകളും തൻ്റെ പക്കലില്ല എന്നും ഫാദർ താഴപ്പള്ളി സമ്മതിച്ചുവെന്നും CBI തങ്ങളുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. കോടാലി കൊണ്ടാണ് അഭയുടെ തലയ്ക്കടിച്ചു കൊന്നത് എന്നാണ് ഇവരുടെ കേസ്. അവിടെ ഒരു കോടാലി ഉണ്ടായിരുന്നു. ആ കോടാലി 4 വർഷത്തിന് ശേഷം, മഹസറിൽ ഒരു കോടാലി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതായത് വലിയ കോടാലി. ആ കോടാലി 4 വർഷത്തിന് ശേഷം അവരുടെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഒരു സുരേന്ദ്രനോ ആരോ, ഒരു DYSP അടുക്കളയിൽ നിന്നും കണ്ടെടുത്ത് മഹസർ എഴുതി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ കോടാലി RK ശേഖർ എന്ന് പറയുന്ന അവരുടെ തന്നെ, അതായത് CBIയുടെ ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കോടാലി കൊണ്ട് ഈ മുറിവ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് 4 വർഷത്തിന് ശേഷമാണ്. 4 വർഷത്തോളം ഈ കോടാലിയുമായിട്ട് അവർ നടന്നു. ഹേമയുടെ ജഡ്ജിന് മുമ്പാകെ എഴുതുമ്പോൾ നിങ്ങളുടെ ആയുധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഹാജരായ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അത് കോടാലിയാകാം, ചുറ്റികയാകാം. കോടാലി ചുറ്റിക എന്നൊരു പുതിയൊരു ഒരു ആയുധത്തിൻ്റെ പേരും പറഞ്ഞു. അതായത് 17 കൊല്ലം കഴിഞ്ഞ് 7 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏതാണ്ട് 30ഓളം പേര് അന്വേഷണം നടത്തിയ കേസിൽ 17 കൊല്ലം കഴിഞ്ഞ് ഈ കേസ് ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ ജഡ്ജി ചോദിക്കുന്നത് എന്ത് ആയുധമാണെന്ന് പറഞ്ഞതിന് 17 വർഷം കഴിഞ്ഞിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലും കോടാലിയാണോ ചുറ്റികയാണോ എന്താണെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇതാണോ അന്വേഷണം? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർക്കിത് കൊലപാതകമാണെന്നുള്ളതിനെക്കുറിച്ചോ ആയുധം എന്താണെന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും ഇല്ല. സിസ്റ്റർ അഭയയുടെ ശരീരത്ത് കണ്ട പരിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് കോടതി വിധിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഡോക്ടർ രാധാകൃഷ്ണനെ പ്രോസിക്യൂട്ടർ വിസ്തരിച്ചപ്പോൾ കൈക്കോടാലി പോലുള്ള ഒരു ആയുധം കൊണ്ടാണോ സിസ്റ്റർ അഭയയുടെ തലയിൽ കണ്ട പരിക്ക് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു, CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ കൈക്കോടാലി പോലുള്ള ഒരായുധം കാണിച്ചു തന്നിരുന്നു. ഏതായാലും അത് കൈക്കോടാലി ആയിരുന്നല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു ഫോറൻസിക് വിദഗ്ധനും പോലീസ് സർജനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന് ഒരു കൈക്കോടാലി കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അപ്പോൾ മറ്റെന്തോ ആയുധമാണ് അദ്ദേഹത്തെ കാണിച്ചത്. ഈ കൈക്കോടാലിയുടെ കൈകൊണ്ട് അടിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. കാരണം മെറ്റൽ ഭാഗം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തലയിൽ കണ്ട് പരിക്കല്ല ഉണ്ടാകേണ്ടത്, എക്സ്റ്റൻസീവ് ഡാമേജ് ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് കൈക്കോടാലിയുടെ കൈ കൊണ്ടാണ് പ്രതികൾ സിസ്റ്റർ അഭയെ അടിച്ചതെന്ന് തെളിയിക്കാൻ CBI ശ്രമിച്ചത്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഒരു കൈക്കോടാലി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരടി നീളമുള്ള സാധനമാണത്. അതിൻ്റെ ഭാരം മുഴുവനും അതിൻ്റെ മെറ്റൽ ഭാഗത്തിലാണ്. അത് മെറ്റൽ ഭാഗത്ത് പിടിച്ച് അതിൻ്റെ കൈ കൊണ്ട് എങ്ങനെ അടിക്കാൻ സാധിക്കും? പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണത്. മാത്രമല്ല, ഡോക്ടർ രാധാകൃഷ്ണനെ കാണിച്ചു എന്ന് പറയുന്ന ആയുധം CBI കോടതിയിൽ ഹാജരാക്കിയില്ല. അപ്പോൾ എന്താണ് കാണിച്ചതെന്നറിയില്ല, എന്താണ് CBI പിടിച്ചെടുത്തതെന്നറിയില്ല. ഇതൊന്നും അറിയാതെ വിദഗ്ധനെ കാണിച്ചു എന്ന് പറയുന്ന ആയുധം കോടതിയിൽ പോലും ഹാജരാക്കാതെ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് CBI ശ്രമിച്ചത്. സെക്ഷൻ 10 ക്ലോസ് 8 പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, CBIയിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്യ യൂണിറ്റിൽ നിന്ന് ഒരു അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺസേൺഡ് കോടതിയിൽ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തുന്ന വിവരം അറിയിക്കുകയും ഈ തുണ്ടി സാധനങ്ങളും രേഖകളും നശിച്ചു പോകാതെ സൂക്ഷിക്കേണ്ട തൻ്റെ കടമയുമാണെന്ന് CBI ആക്ട് സെക്ഷൻ 10 ക്ലോസ് 8 വ്യക്തമായി പറയുന്നുണ്ട്. വർഗീസ് അത് ചെയ്തില്ല. വർഗീസിൻ്റെ മനഃപൂർവമായ കുറ്റം അതിനകത്ത്
വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തിനിത് ചെയ്തു അത് മനസ്സിലാക്കുമ്പോഴാണ് എന്തിന് RDO കോടതി ഒരു കാര്യവുമില്ലാതെ നശിപ്പിച്ചു, എന്തിന് വർഗീസ് തോമസ് ഇത്രയും കാലം അന്വേഷണം നടത്താതെ ഒളിച്ചു കളിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാകും. കാരണം ഈ കേസ് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമായി മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെക്കോർഡ് തെളിവ് അഭയയുടെ ശിരോവസ്ത്രമാണ്. അഭയയുടെ ശിരോവസ്ത്രം ഇൻക്വസ്റ്റും മഹസരം തയ്യാറാക്കിയെടുത്തത് 300ഓളം ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അതായത് 150 അവിടുത്തെ അന്തേവാസികളും നാട്ടുകാരായ 300 ആളുകളും മഠത്തിനും പരിസരത്തിനും മുഴുവൻ ആൾക്കൂട്ടമായിരുന്നു. അവരുടെ എല്ലാം സമീപത്ത് വെച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സാക്ഷികളെ കണ്ട് ബോധിപ്പിച്ച് ആണ് ഈ സാധനങ്ങളെല്ലാം ഏറ്റെടുത്ത്. ആ സാധനത്തിൽ ഒരിടത്തും ഈ ശിരോവസ്ത്രത്തിൽ ഒരു മുറിവോ ഒരു പാടോ ഒരു കീറലോ ഒരു രക്തത്തുള്ളിയോ ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം വെള്ള വെയിലാണ് ശിരോവസ്ത്രം. അവരുടെ ആ കന്യാസ്ത്രീമാരുടെ ഓർഡർ അനുസരിച്ച് തൂവെള്ള ശിരോവസ്ത്രമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ശിരോവസ്ത്രത്തിൽ കോടാലി കൊണ്ടടിച്ച് തലയ്ക്ക് മുറിവേൽപ്പിച്ച സിസ്റ്റർ അഭയ ധരിച്ചിരുന്ന ആ ശിരോവസ്ത്രത്തിൽ ഒരു തുള്ളി രക്തമോ ഒരു പാടോ ഇല്ലെന്ന് പറഞ്ഞാൽ വർഗീസിൻ്റെ കേസ് പോയി. അത് ആത്മഹത്യയായിട്ട് മാറും, കൊലപാതകം അല്ലാതാണ്. സംഭവ ദിവസം പാതിരാത്രി ഏകദേശം 12:30 കോൺവെന്റിനടുത്തുള്ള തൻ്റെ വീടിന് സമീപം കോട്ടൂരത്തിൻ്റെ സ്കൂട്ടർ കണ്ടു എന്നാണ് സഞ്ജു പി മാത്യു മൊഴി നൽകിയത്. എന്നാൽ വിസ്താരവേളയിൽ അത് CBI സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചതാണെന്ന് സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജു പി മാത്യു അടുത്തുള്ള ആളാണ്. അവനെ 17 കൊല്ലം സകല ഇൻവെസ്റ്റിഗേറ്റിംഗ് 6-7 ആളുകൾ വന്ന് ആദ്യം ലോക്കൽ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയി അടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. 6-7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ CBI ടീം വന്നു. വരുന്നവരെല്ലാം ആദ്യം അവൻ്റെ മേളിലാണ് കുതിര കയറുന്നത്. ഇടാ പറയടാ നീയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അതിനോടകം 10-17 കൊല്ലമായപ്പോൾ അവൻ കല്യാണം കഴിച്ചു. എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതിയെന്നായി. തലേ ദിവസം നിങ്ങൾ മനോരമ പത്രത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. അതായത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് മനോരമ ചാനലിലുണ്ട്, മലയാള മനോരമ ദിനപത്രമുണ്ട്. സഞ്ജു പി മാത്യുവിനെ അദ്ദേഹം ശ്രീമാൻ നന്ദകുമാരൻ നായർ ഫയൽ കൊണ്ട് ഇങ്ങനെ മുഖം മറച്ച് പിടിച്ചുകൊണ്ട് സഞ്ജുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവനോട് ചോദിച്ചത് സാക്ഷിയാകണോ പ്രതിയാകണോ എന്നാണ്. അപ്പോൾ അവനെന്ത് ചെയ്തു? 17 കൊല്ലം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൻ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചവൻ പറഞ്ഞു, സാറേ എന്നെ ഉപദ്രവിക്കല്ല്, സാക്ഷിയാകണോ പ്രതിയാകണോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് വേണേ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് അവനെ ബലമായി പിടിച്ചുകൊണ്ട് പോയി മജിസ്ട്രേറ്റ് മുമ്പാകെ കൊണ്ടുപോയി അവനെ മൊഴി കൊടുത്തു. അപ്പോൾ അവൻ കോടതി ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതൊന്നും പറഞ്ഞാൽ ഞാൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. അവനെ പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. അതേസമയം അടക്ക രാജു 17 കൊല്ലമായിട്ട് പറഞ്ഞതിനെ മാറ്റി പറഞ്ഞ അടക്ക രാജുവാണ്. അപ്പോൾ ആരാണ് മൊഴി മാറ്റിയത്? നിയമപ്രകാരവും കോടതി രേഖപ്രകാരം മർത്തിലമ്മമാരും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും സഞ്ജുവാണ് മൊഴി മാറ്റിയത്. പക്ഷേ സത്യത്തിൽ മൊഴി മാറ്റിയത് അടക്ക രാജുവാണ്. അടക്ക രാജു 10-16 കൊല്ലം വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിന് വിരുദ്ധമായി കോടതി പറഞ്ഞു. മറ്റുള്ളവരോ 17 കൊല്ലം അവർ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പണ്ട് പറഞ്ഞത് തന്നെ കോടതി ചെന്ന് പറഞ്ഞു. കോടതിയും CBIയും വിശ്വസ്ത സാക്ഷിയായി കണ്ട അടക്ക രാജുവിനെ അവിശ്വസിക്കുന്നവരോട് അടക്ക രാജു ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. പ്രതികളെ 2008 CBI അറസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പൊട്ടിമുളച്ചതുമല്ല. കേസിന്റെ ആരംഭം മുതൽ അടക്ക രാജുവിന്റെ സാന്നിധ്യമുണ്ട്. സാക്ഷിയായിട്ടല്ല, കുറ്റാരോപിതനായിട്ടാണെന്ന് മാത്രം. എന്തുകൊണ്ടാണ് അന്ന് അടക്ക രാജുവിനെ അഭയ കേസിൽ പോലീസ് സംശയിച്ചത്, അല്ലെങ്കിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത്? കോടതി വിധിന്യായത്തിൽ പറയുന്നത് പോലെ അടക്ക രാജു സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നത് തന്നെ കാരണം. ഏതവസ്ഥയിലാണ് അടക്ക രാജു അവിടെയുണ്ടായിരുന്നത്? കഞ്ചാവടിച്ച് നൂലായി നടക്കുമ്പോഴാണെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അടക്ക രാജു അവിടെ എത്തിയത്? ഉത്തരത്തിനായി മറ്റെവിടെയും പരതി പോകേണ്ട, കോടതിയുടെ വിധിന്യായം മാത്രം വായിച്ചാൽ മതി. കോൺവെന്റ് ഹോസ്റ്റലിലെ മിന്നൽ രക്ഷാചാലകത്തിന്റെ ചെമ്പുകമ്പി മോഷ്ടിക്കാനാണ് അടക്ക രാജു അവിടെ എത്തിയത്.
തുടർച്ചയായി 3-ാം തവണയാണ് ചെമ്പുകമ്പി മോഷ്ടിക്കാൻ അടയ്ക്ക രാജു അവിടെ എത്തുന്നത്. രാത്രി കോൺവെന്റ് ഹോസ്റ്റലിൽ മോഷ്ടിക്കാനായി പോയി എന്ന് പറയുന്ന രാജു കോൺവെന്റ് ഹോസ്റ്റലിന്റെ ടെറസിൽ നിന്ന് 2 പേർ ടോർച്ചടിച്ച് ചുറ്റുപാടും നോക്കുന്നത് കണ്ടു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. മിന്നൽ വെളിച്ചത്തിൽ പ്രതികളെ കണ്ടു എന്ന് പറഞ്ഞ അടയ്ക്ക രാജു ഫാദർ കോട്ടൂരിന്റെ മുഖം പത്രങ്ങളിലൂടെ വന്നപ്പോഴാണ് താൻ 16 വർഷം മുൻപ് ടോർച്ച് വെളിച്ചത്തിൽ കണ്ട വ്യക്തി അദ്ദേഹം തന്നെ ആയിരുന്നു എന്ന് ഓർത്തെടുത്തത്. കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴികളിലും വിവിധ ചാനൽ അഭിമുഖങ്ങളിലും വിവിധ സമയത്ത് വിവിധ തരത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികൾ നൽകുന്ന അടയ്ക്ക രാജുവിന്റെ കോടതി തന്നെ വിശ്വാസത്തിലെടുത്ത മൊഴികൾ പരിശോധിക്കുമ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. കോടതി പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച അടയ്ക്ക രാജു മറ്റാരെയെങ്കിലുമായിരുന്നു അന്ന് ആ സമയത്ത് കണ്ടത്. കാണാതായ അഭയയെ അന്വേഷിച്ച് മദർ സുപ്പീരിയർ, സിസ്റ്റർ മെർലിൻ, സിസ്റ്റർ സെഫി എന്നിവർ മുൻവാതിലിലൂടെ പുറത്തിറങ്ങി ടോർച്ച് തെളിച്ച് അടുക്കളയുടെ ഭാഗത്തേക്ക് വരികയും തുടർന്ന് കന്യാസ്ത്രീകൾ സ്റ്റെയർ കേസ് വഴി ടെറസിലെത്തി അന്വേഷിച്ചുവെന്നും CBI കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. 2 പേർ ടെറസിൽ നിൽക്കുന്നത് കണ്ടുവെന്നും അവർ എതിർദിശകളിൽ പോയി ചുറ്റും ടോർച്ചടിച്ച് നോക്കുന്നതായി കണ്ടുവെന്നും അടയ്ക്ക രാജു പറഞ്ഞിട്ടുള്ളത് ജസ്റ്റിസ് ഹേമയുടെ ജാമ്യഹർജി തീർപ്പാക്കിയിട്ടുള്ള വിധിയിലുമുണ്ട്. പ്രതികളെ കണ്ട സമയവും സിസ്റ്റേഴ്സ് ടെറസിലേക്ക് അഭയയെ അന്വേഷിച്ച് പോയ സമയവും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നുമില്ല. അപ്പോൾ വിശ്വസിക്കാവുന്ന സാക്ഷിയാണെന്ന് കോടതി പറയുന്ന അടയ്ക്ക രാജു കണ്ടത് ആരെയായിരിക്കാനാണ് കൂടുതൽ സാധ്യത? അടയ്ക്ക രാജുവിൻ്റെ മൊഴി എന്ന് പറയുന്നത് അടയ്ക്ക രാജു 1-ാം പ്രതിയെ കണ്ടത് സ്റ്റെയർ കേസ് കയറി പോകുന്നതായിട്ടാണ്. ഇത് പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ്. അതുമാത്രമല്ല, അടയ്ക്ക രാജു ഒരു കാര്യം അസന്ദിഗ്ധമായി പറഞ്ഞു. അടയ്ക്ക രാജു നിന്നിരുന്നത് കോൺവെൻറ്റിൻ്റെ പറമ്പിലായിരുന്നില്ല, കോൺവെൻറ്റിനെ ചേർന്നുള്ള മറ്റൊരു പറമ്പിലായിരുന്നു. അവിടെ നിന്നിരുന്ന കൊക്കയുടെ ചുവട്ടിലായിരുന്നു ഇയാൾ നിന്നിരുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റുകയില്ല. അങ്ങേയറ്റം വന്നാൽ പ്രകാശം മാത്രമേ കാണാൻ പറ്റുകയുള്ളെന്ന് അടയ്ക്ക രാജു മൊഴി പറഞ്ഞു. എന്നിട്ടും ഇത് അച്ഛനെതിരെ തെളിവായി കോടതി സ്വീകരിച്ചു. അപ്പോൾ അടയ്ക്ക രാജുവിൻ്റെ മൊഴി പ്രകാരം 1-ാം പ്രതി അച്ഛൻ ടെറസിൽ നിന്നിരുന്നില്ല എന്നും ടെറസിൽ നിന്നിരുന്നാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല എന്നും വളരെ വ്യക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം പ്രസക്തമാണ്. അടയ്ക്ക രാജു അതിനു മുമ്പ് ഒരിക്കലും 1-ാം പ്രതി വൈദികനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ എങ്ങനെ അടയ്ക്ക രാജുവിന് ഈ രാത്രിയിൽ അദ്ദേഹം അടിക്കുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും? മറ്റൊരു യുക്തിയില്ലായ്മ. ടോർച്ച് വൈദികൻ 5-ാം നിലയുടെ മുകളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അടയ്ക്ക രാജുവിന് എങ്ങനെ വൈദികനെ കാണാൻ സാധിക്കും? വൈദികന് അടയ്ക്ക രാജു താഴെയുണ്ടെങ്കിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരുന്നു. അതല്ലെങ്കിൽ വൈദികൻ ടോർച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ തിരിച്ച് തെളിയിക്കണമായിരുന്നു. അങ്ങനെ ഒരു കേസ് പ്രോസിക്യൂഷൻ ഇല്ല. അപ്പോൾ അടയ്ക്ക രാജുവിൻ്റെ സമ്മതപ്രകാരം അല്ലെങ്കിൽ മൊഴി അനുസരിച്ച് അടയ്ക്ക രാജു 1-ാം പ്രതിയെ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ഈ 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കണ്ടിട്ടില്ല. മാത്രമല്ല, അടയ്ക്ക രാജുവിൻ്റെ ആവർത്തിച്ചുള്ള മൊഴി പറയുന്നത് 1-ാം പ്രതിയെ കണ്ടത് സ്റ്റെയർ കേസ് കയറി പോകുന്നതായിട്ടാണ്. ഇത് 3 വിസ്താരത്തിലും, അതായത് ആദ്യം പ്രോസിക്യൂട്ടർ വിസ്തരിച്ചപ്പോഴും, പ്രതിഭാഗം ക്രോസ് എക്സാമിനേഷൻ ചെയ്തപ്പോഴും, വീണ്ടും പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോഴും ഈ സാക്ഷി ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതിന് വിപരീതമായിട്ടാണ് കോടതിയുടെ കണ്ടെത്തൽ. കോടതി പറഞ്ഞു അടയ്ക്ക രാജു ടെറസിൻ്റെ മുകളിൽ 1-ാം പ്രതി നിൽക്കുന്നത് കണ്ട് തിരിച്ചറിഞ്ഞുവെന്ന്. മറ്റൊരു കാര്യം കൂടെ നോക്കുക. അടയ്ക്ക രാജു 5 മണി വരെ, അതായത് 5 മണിക്ക് സൈറൻ കേൾക്കുന്നത് വരെ ഈ മതിലിന് ചേർന്ന് തൊട്ടടുത്ത വസ്തുവിൽ പമ്മിയിരുന്നുവെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്.
എന്നാൽ അതിനു മുമ്പ് തന്നെ അടയ്ക്ക രാജു ഒരു കാര്യം പറഞ്ഞിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ മോഷ്ടാവിനെ പിടിക്കാൻ വന്നവരാണെന്ന് കരുതി അടയ്ക്ക രാജു ഉടൻ തന്നെ സ്ഥലം വിട്ടു. അന്ന് ഒരു മോഷണവും ഹോസ്റ്റലിൽ നിന്ന് നടത്തിയില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റിയില്ല. ഇത്ര വ്യക്തമായി മൊഴി പറഞ്ഞ അടയ്ക്ക രാജുവിനെ ഈ സംഭവത്തെക്കുറിച്ച് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അടയ്ക്ക രാജു ഹോസ്റ്റലിൻ്റെ മുകളിൽ കയറി ചെമ്പ് തകിട് മോഷ്ടിച്ചു എന്നാണത്. അടയ്ക്ക രാജുവിന് പോലും അങ്ങനെ ഒരു കേസില്ല. നേരെ മറിച്ച് അന്ന് മോഷ്ടിക്കാൻ സാധിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വിപരീതമായി എട്ടാം സാക്ഷി ആക്രി കച്ചവടക്കാരൻ്റെ മൊഴിയുടെ പിൻബലത്തോടുകൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നത് അടയ്ക്ക രാജു 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ മിന്നലിനെ പ്രതിരോധിക്കാനായി വെച്ചിരുന്ന ചെമ്പ് തകിട് അന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എട്ടാം സാക്ഷിക്ക് വിറ്റു എന്നാണത്. അപ്പോൾ എല്ലാ തരത്തിലും പ്രോസിക്യൂഷന് വിരുദ്ധമായിട്ടാണ് അടയ്ക്ക രാജു മൊഴി കൊടുത്തിരിക്കുന്നത്. അടയ്ക്ക രാജുവിൻ്റെ മൊഴി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അടിമുടി കളവാണ് അടയ്ക്ക രാജു പറഞ്ഞിരിക്കുന്നതെന്ന് പകൽ പോലെ വെളിവായിട്ടുണ്ട്. എന്നിട്ടും ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് അടയ്ക്ക രാജുവിൻ്റെ വിശ്വസനീയതയെ ഒരു തരത്തിലും പ്രതിഭാഗത്തിന് കുലുക്കാൻ പോലും സാധിച്ചില്ല എന്നാണ്. യഥാർത്ഥത്തിൽ വേരോടെ അടയ്ക്ക രാജുവിൻ്റെ മൊഴി പ്രതിഭാഗം അഭിഭാഷകർ പിഴുതെറിയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പെശക് ഈ വിധിയിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. രാജു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലും നേരിട്ട് കണ്ടു എന്ന് രാജു പറയുന്ന കാര്യങ്ങളിലും ഈ വ്യക്തതയില്ലായ്മയും അറിവില്ലായ്മയും നമുക്ക് ബോധ്യപ്പെടും. കാരണം ആർക്കോ വേണ്ടി പഠിച്ചു പറഞ്ഞ മൊഴികളാണല്ലോ കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതെ, രാജു നിഷ്കപടനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരം പിഴവുകൾ അദ്ദേഹത്തിന്റെ സംസാരത്തിലുടനീളം സംഭവിക്കുന്നത്. ഒരു വാർത്തയില് ഇങ്ങനെ അവിടുത്തെ ചെമ്പ് കമ്പി മോഷ്ടിക്കാനാണ് കയറിയത്. കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ അങ്ങനെ എന്നോട് പറയിപ്പിച്ചതല്ലേ, കാരണം ഞാൻ കണ്ടമാനം പീഡനം ഇതിനകത്ത് അനുഭവിച്ച ഒരാളാ. കണ്ടവരെ ഈ പറയുന്ന ഇപ്പൊ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ തന്നെയാണോ കണ്ടത്? പിന്നെ ജോസ് പൂത്രക്കയും ഈ വലിയ കണ്ണൂർ, ഈ കണ്ണുള്ളതിന്റെ പേരാണ് കോട്ടൂരും, പിന്നെ സെബി. ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് ഞാൻ അതിലേ വരുന്ന. അപ്പൊ അങ്ങനെ വന്ന് ആണ് ഞാനിത് കാണുന്നത്. ആദ്യമേ ഒരു പെണ്ണിനെ കണ്ട, ഈ ഈ പട്ടയൊക്കെ പോയിട്ട് ഒരാളെ കണ്ടു. അത് കഴിഞ്ഞപ്പം വേറെ ഒരാൾ കുപ്പായ ഇട്ട് ഇങ്ങോട്ട് മാറുന്നതാണ് ഞാൻ കണ്ടത്. അത് കണ്ടാൽ രണ്ടുപേരും കറച്ചു. അന്നൊന്നും ഞാൻ ഈ കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല, കഞ്ചാവ് വലിച്ച് ഇങ്ങനെ രാത്രി ഇങ്ങനെ അടിച്ച് നൂലായിട്ട് അതിലൊക്കെ നടക്കും. അങ്ങനെ പോയി എൻ്റെ കണ്ണിൽ പെട്ടതാണ്. എന്നിട്ട് ഇവരെന്നെ കളനുമാക്കി. മനസ്സിലായോ? രാജുവിന്റെ മൊഴികളും രാജുവുമായി മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖങ്ങളും കണ്ടവരിൽ വീണ്ടും ചില സംശയങ്ങൾ ഉയരുകയാണ്. രാജു 3 പേരെയാണോ അതോ 2 പേരെയാണോ സംഭവ സ്ഥലത്ത് കണ്ടത്? പ്രതികളെ കാണുന്നത് രാജു കൊക്കോ മരത്തിന് മുകളിൽ വെച്ചോ അതോ താഴെ നിന്നോ? ഹോസ്റ്റലിന്റെ 5ാം നിലയുടെ ടെറസിലാണോ അതോ ഗോവണിയിലേക്ക് നീങ്ങുമ്പോഴാണോ രാജു പ്രതികളെ കണ്ടത്? ഇടിമിന്നലിന്റെ വെളിച്ചത്തിലാണോ ടോർച്ച് വെളിച്ചത്തിലാണോ രാജു പ്രതിയെ തിരിച്ചറിഞ്ഞത്? പ്രതിയെ കണ്ട സമയം സത്യത്തിൽ എപ്പോഴാണ്? രാത്രി 1:30, 2:30, 3:30 അതോ 4:30? ലോഹ ധരിച്ചാണോ അല്ലാതെയാണോ വൈദികരെ കണ്ടത്? അതെ, രാജുവിന്റെ മൊഴികൾക്ക് ആവശ്യമനുസരിച്ച് രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജുവിന്റെ മൊഴികളെ ആവശ്യക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തിന്, രാജുവിനെ അടക്കം ആരെ വേണമെങ്കിലും പ്രതിയാക്കുകയും ചെയ്യാം. കുറ്റപത്രത്തോടൊപ്പം പ്രതികൾക്കെതിരെയുള്ള തെളിവുകളായി കോടതിയിൽ ഹാജരാക്കപ്പെട്ട നാർക്കോ അനാലിസിസിൻ്റെ CD പരിശോധിച്ച ജസ്റ്റിസ് ഹേമ വിധിയിൽ ഇങ്ങനെ എഴുതി: എഡിറ്റ് ചെയ്യാത്ത ഒരു CD പോലും എനിക്ക് കണ്ടെത്താനായില്ല. ഒരു വിദഗ്ധൻ്റെ സഹായമില്ലാതെ തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ CD-കളിലെ എഡിറ്റിങ് ആർക്കും തിരിച്ചറിയാൻ കഴിയും. എഡിറ്റ് ചെയ്യാത്ത ഒരു CD പോലും CBI നൽകിയിട്ടില്ല എന്നതിനാൽ
എഡിറ്റ് ചെയ്തതും ദുരുപയോഗിക്കപ്പെട്ടതുമായ ഈ സീഡികളും നാർക്കോ അനാലിസിസിൻ്റെ റിപ്പോർട്ടുകളും അന്വേഷണത്തെ വഴിതെറ്റിക്കും. ഈ കേസിൽ എന്ത് നടന്നു എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് കേസിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് സജസ്റ്റീവായ ചില ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. അതായത്, നിങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ പറയും ഉണ്ട്. നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ചോദ്യങ്ങൾ രണ്ടും മാറ്റിമറിച്ചിടുന്നുണ്ട്. അത് ഇങ്ങനെ കിട്ടും. നിങ്ങൾ കോൺവെൻറ്റിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ അർദ്ധരാത്രി കോൺവെൻറ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഈ ചോദ്യം. നിങ്ങളെ ഓഫീസിൽ വരുമ്പോൾ കഥ തുറന്ന് തരുന്നത് ആരാണ്? അത് സിസ്റ്റർ സെഫിയാണ്. നിങ്ങൾ അടുക്കളയിൽ വരുമ്പോൾ രാത്രി വരുമ്പോൾ കഥ തുറക്കുന്ന ആരാണ്? ഞാൻ അടുക്കളയിൽ രാത്രി പോയിട്ടില്ല. ഈ ചോദ്യങ്ങളെല്ലാം മാറ്റി മറിച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് സീഡിയും ഉണ്ടാക്കാം. നിങ്ങൾ പൂത്തൃക്കയിൽ അച്ഛൻ്റെയും മറ്റച്ഛന്മാരുടെയും സീഡി ഒന്ന് ശ്രദ്ധിക്കുക. എവിടെങ്കിലും സിസ്റ്റർ സെഫിയോ പൂത്തൃക്കയിലെ അച്ഛനോ ഞാനും അച്ഛനും ചേർന്ന് ആണ് കൊലപാതകം നടത്തിയത്, സിസ്റ്റർ അഭയെ അടിച്ചത് സെഫിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ ചെന്നത്, കൊന്നതിന് ശേഷം ഞങ്ങൾ അവിടെ കൊണ്ടിട്ടു എന്ന്, കോടാലി കൊണ്ടാണ് അടിച്ചത്, ഞാനും പൂത്തൃക്കയിൽ അച്ഛനും ഒന്നിച്ചാണ് ഹോസ്റ്റലിനകത്ത് ചെന്നത്, ഞങ്ങൾ സ്കൂട്ടറിലാണ് ചെന്നത്, ഞങ്ങളാണ് കൊലപാതകം നടത്തിയത്, ഞങ്ങൾ അവിഹിത വേഴ്ചയ്ക്ക് പോയതാണ് എന്ന് വ്യക്തമായി ഒരിടത്തും പറയുന്നില്ല. ചോദ്യം ഇങ്ങനെയാണ്, ഒരു ശവശരീരം ചുവന്നു മാറ്റുന്നതിന് എത്ര പേര് വേണം? അത് 4 പേര് ചേർന്നാൽ മാത്രമേ ഉള്ളൂ. കഥക് പുറത്തുനിന്ന് വരുമ്പോൾ എങ്ങനെയാണ് തുറക്കുന്നത്? അത് തുറന്നു കൊടുത്താൽ, ഞാൻ തുറന്നു കൊടുത്താൽ കഥക് കൂടെ പ്രവേശിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദ്യത്തിനില്ല. ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ? ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വേണം ഒരു ശവശരീരം? അത് 4 പേര് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറേ ആയുധങ്ങളുടെ പേര് പറയൂ. അടുക്കളയിലുള്ള കുറേ ആയുധങ്ങളുടെ പേര് പറ. അത് അടുക്കളയിൽ കത്തി, കോടാലി, ചുറ്റിക, ഇതൊക്കെ ചിരവ, ഇതൊക്കെ കാണും. അപ്പം നടന്നത് ഇതാണ്. 3 നാർക്കോ സീഡികളാണ് ബാംഗ്ലൂർ FSLൽ നിന്നും ഡോക്ടർ മാലിനി ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്തത്. ഹൈക്കോടതിയിൽ അത് സ്വീകരിച്ച DYSP അഗർവാൾ പറയുന്നു, എനിക്ക് 1 CD മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഒരു CD-യിൽ 650 MB കൊള്ളത്തുള്ളൂ. അപ്പം 3 പേരുടെ കൂടെ 1800 MB കാണണം. ഒരു CD-ക്ക് മാക്സിമം 900 MB മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ. അപ്പം 3 എണ്ണം കൂടെ ഒരെണ്ണത്തിൽ വരത്തില്ല. ഇത് 3 ആണെന്നോ 1 ആണെന്നുള്ള സംശയം തീർന്നില്ല. മാലിനി പറയുന്നു, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 3 എണ്ണം അയച്ചു കൊടുത്തു. അഗർവാൾ പറയുന്നു, എനിക്കൊന്നേ. അപ്പോൾ ഇതെല്ലാം കേട്ട അന്നത്തെ ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് രാംകുമാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കോടതിയെ കബളിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, ഇതുപോലെ കള്ളം പറയല്ല, നിങ്ങളുടെ CD-കൾ മുഴുവൻ വെട്ടിത്തിരുത്തിയതും മാനിപ്പുലേറ്റ് ചെയ്തും കറക്ഷൻ നടത്തിയതുമാണ്, CD-യുടെ എണ്ണത്തിൽ പോലും നിങ്ങൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഈ CD-കളിൽ കൃത്രിമം നടത്തിയ വ്യക്തിയുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് കീഴ്ക്കോടതി നടപടിയെടുക്കണമെന്ന് വ്യക്തമായ ഉത്തരവോടുകൂടിയാണ് അദ്ദേഹം, നിർദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഉത്തരവിട്ടത്. അതിനുശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ CD-കളെല്ലാം ജാമ്യം കൊടുക്കുന്ന കോടതി ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിന് മുമ്പാണ്. ജസ്റ്റിസ് ഹേമ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഈ CD-കളെല്ലാം തന്നെ കൃത്രിമമല്ലാതെ മറ്റൊന്നുമില്ല, ഇതെല്ലാം വെട്ടിത്തിരുത്തിയതാണ്. അങ്ങനെ ഈ CD-കളൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാത്രം ഈ CD കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ CD-യുടെ ബലത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം പോലും പരിപൂർണമല്ല. അതുകൊണ്ട് ഈ കള്ളത്തരം കാണിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി കഴിവും പ്രാപ്തിയും സത്യസന്ധനുമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ഹേമ ഉത്തരവിട്ടത്. അതിനുശേഷം ഈ കേസ്, ഈ CD-കൾ തിരുവനന്തപുരം CD വിദഗ്ധന്മാർക്ക് പരിശോധനയ്ക്കായി അയച്ചു. തിരുവനന്തപുരത്തെ CD വിദഗ്ധന്മാർ പരിശോധന നടത്തിയ ശേഷം ഈ CD-കളെല്ലാം തന്നെ വെട്ടിത്തിരുത്തിയിട്ടുള്ളതാണ്. 1 മിനിറ്റിൽ 30 പ്രാവശ്യം പോലും വെട്ടിത്തിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ CD-കളൊന്നും വിശ്വസനീയമല്ല, തിരുത്തിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു.
അതാണ് സി ഡിയെ പറ്റിയുള്ള വിവരം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരൊറ്റ സി ഡിയുടെ ബലത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, സി ഡികൾ വിശ്വസനീയമല്ല. ഈ കോടതിയിൽ വന്നപ്പോൾ ഈ സി ഡിയാണ് അവരുടെ ഏറ്റവും വലിയ തെളിവെന്ന് വന്നപ്പോൾ, വിസ്താര കോടതിയിൽ വന്നപ്പോൾ സി ഡി തെളിവിലേ എടുത്തില്ല. സി ഡിയിൽ വെട്ടിത്തിരുത്തൽ വരുത്തി പ്രദർശിപ്പിച്ചല്ലാതെ കോടതിയിലെ തെളിവായിട്ട് അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചെങ്കിലും കോടതിയിലെ തെളിവായിട്ട് സി ഡികൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എഡിറ്റ് ചെയ്ത് വെട്ടിത്തിരുത്തിയ ഈ സീഡികൾ മാധ്യമങ്ങൾക്ക് കൈമാറിയവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? പൊതുജനബോധത്തിലേക്ക് ഈ 3 പേർ കൊലപാതകികളാണെന്ന് സ്ഥാപിച്ചെടുക്കാനായി നാർക്കോ സി ഡി മാധ്യമങ്ങൾക്ക് നൽകിയതിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. എന്നാൽ കുറ്റ ആരോപിതർ തെറ്റുകാരെന്ന പൊതുബോധം വളർത്താൻ നിർണായക പങ്ക് വഹിച്ച വെട്ടിത്തിരുത്തിയ നാർക്കോ അനാലിസിസ് പരിശോധന കോടതി വിധിയിൽ പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. ഏത് വിധേനയും 3 കുറ്റാരോപിതരും മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള സംഘടിത ശ്രമമാണ് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കന്യാകത്ത പരിശോധനയ്ക്ക് വരെ സിസ്റ്റർ സെഫി തയ്യാറായി. കസ്റ്റഡിയിൽ തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ പരിശോധനയ്ക്കായി അവരെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ കന്യാകത്ത പരിശോധന, റേപ്പ് കേസിലും അതുപോലുള്ള കേസിലും കന്യാകത്ത പരിശോധന നടത്തുമ്പോൾ വെദർ ഹൈമൻ ഇൻടാക്റ്റ് അല്ലെങ്കിൽ ഹൈമനിൽ റപ്ചർ ഉണ്ടോ, ഹൈമൻ ഛേദിക്കപ്പെട്ടതാണോ, ഹൈമൻ ഛേദിക്കപ്പെടാതെ ഇൻടാക്റ്റ് ആണോ, വെർജിനാണോ അല്ലയോ, ഇതാണ് ഒരു റിപ്പോർട്ടിൽ കൊടുക്കാറുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ കൊടുക്കാറുള്ള കേരളത്തിലെങ്കിലും ഇന്ത്യയിലും കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സിസ്റ്റർ കൃത്രിമമായി കന്യാചർമ്മം ഉണ്ടാക്കി സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി ഇത് തെളിയിക്കുന്നതിനായി CBI ആശ്രയിച്ചത് 2 വനിതാ ഡോക്ടർമാരുടെ മൊഴികളെയാണ്. അവർ സിസ്റ്ററിന് കന്യാകത്വ പരിശോധന നടത്തി. ഭരണഘടനയനുസരിച്ച് ഇതൊരിക്കലും അനുവദനീയമായിരുന്നില്ല. കന്യാകത്വ പരിശോധന എന്ന് പറയുന്നത് കാടത്തമാണത്. ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്തും ഇത് അനുവദിക്കാൻ പാടില്ല. എന്നിട്ടും CBI അവരെ അതിന് വിധേയരാക്കി. 2 ഡോക്ടർമാരാണ് അതിലുള്ളത് ഉണ്ടായിരുന്നത്. ഒന്ന് ഡോക്ടർ രമ എന്ന് പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ്റെ മേധാവി. രണ്ടാമത്തത് ആ കോളേജിലെ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. ഇവർ 2 പേരും ചേർന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു. അവരുടെ റിപ്പോർട്ടിലും മൊഴിയിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററിൽ കന്യാചർമ്മം അതുപോലെ കാണപ്പെട്ടു എന്ന്. ഇൻടാക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇൻടാക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കന്യകയല്ല എന്ന്, അല്ലെങ്കിൽ അവർ കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചതാണെന്ന് CBI തെളിയിക്കാത്രത്തോളം കാലം അവർ കന്യകയാണെന്ന് കോടതി പ്രഖ്യാപിക്കണം. അപ്പോൾ കൃത്രിമമായി ഇവർ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വിദഗ്ധന്മാരാണ്. ഇന്ത്യൻ തെളിവ് നിയമം 45-ാം വകുപ്പ് അനുസരിച്ച് ഒരു കാര്യത്തിൽ, ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ആ വിഷയത്തിൽ വൈദഗ്ധ്യം ഉള്ളവർ മാത്രമാണ്. മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർമാർ 2 പേരും ഈ കന്യാചർമ്മം വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയിൽ വൈദഗ്ധ്യം ഉള്ളവരാണോ എന്ന് നമുക്ക് നോക്കാം. വൈദഗ്ധ്യം ഉള്ളവരാണോ എന്ന് ആദ്യം പ്രോസിക്യൂഷൻ തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ അഭിപ്രായം പറയാൻ അനുവദിക്കാമായിരുന്നുള്ളൂ. അത് കോടതി ചെയ്തില്ല. എന്നാൽ ക്രോസ് എക്സാമിനേഷനിൽ അവരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. ഡോക്ടർ രമ പറഞ്ഞു, എനിക്ക്
ഈ സർജറിയുടെ പേര് പോലും അറിയാൻ വയ്യ. ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്, അവർക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ല, അവർക്കൊരു വൈദഗ്ധ്യവുമില്ല. അപ്പോൾ അവരുടെ മൊഴിക്കോ അവരുടെ സർട്ടിഫിക്കറ്റിനോ യാതൊരു വിലയുമില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരനിലേക്ക് വരുമ്പോൾ, അവർ ക്രോസ് എക്സാമിനേഷനിൽ ഒരു കാര്യം സമ്മതിച്ചു, ഈ വിഷയം കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു കന്യാചർമ്മം നടത്തിയ ശസ്ത്രക്രിയ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് പറയാൻ, ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളത് പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ വളരെ വ്യക്തമല്ലേ ഇവർക്ക് വൈദഗ്ധ്യമില്ല എന്ന്. ഈ വൈദഗ്ധ്യമില്ലാത്ത ഇവർ രണ്ടുപേരും കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹൈമനോപ്ലാസ്റ്റി നടന്നോ എന്ന് സംശയമാണെന്നാണ്. അല്ലെങ്കിൽ ഹൈമനോപ്ലാസ്റ്റി നടന്നിരിക്കാം, പക്ഷേ അതിനു മുമ്പ് അവരൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. സർജറി എന്നെഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു സർട്ടിഫിക്കറ്റിൽ. അതിൻ്റെ അർത്ഥം ഇതാണത്: സർജറി നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. അവരുടെ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സർജറി നടന്നോ എന്ന് പോലും അറിയില്ലാത്ത ഡോക്ടർ ഹൈമനോപ്ലാസ്റ്റി നടന്നിരിക്കാം എന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതല്ല. അതിനുശേഷം ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മൊഴിയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: കന്യാചർമ്മം പുനഃസ്ഥാപിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടറുടെ മൊഴി എന്താണത്? ഡോക്ടർ മൊഴി പറയുന്നത് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്, സർട്ടിഫിക്കറ്റ് പോലും പറഞ്ഞിട്ടില്ല. അവർക്കറിവില്ലാത്ത ഒരു വിഷയത്തിൽ ആയിരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ കണ്ടെത്തൽ എന്താണത്? ഈ ഡോക്ടർമാരുടെ മൊഴിയിൽ നിന്ന് വളരെ വ്യക്തമാണ് മൂന്നാം പ്രതി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ളത്. ഇങ്ങനെ എങ്ങനെ വിധിയിൽ പറയാൻ സാധിക്കും? ഒരടിസ്ഥാനവുമില്ലാതെയാണ് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്ന് വിധിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൂന്നാം പ്രതി കന്യാസ്ത്രീക്കെതിരായിട്ടുള്ള മൂന്നാമത്തെ സാഹചര്യവും ഒരു തരത്തിലും നിലനിൽക്കുകയില്ലാത്തതാണ്. 3 പേർ തമ്മിൽ നടന്ന ലൈംഗിക ബന്ധത്തിന് ദൃക്സാക്ഷിയായതിനാൽ അതുകൊണ്ട് മാത്രമാണ് അഭയ കൊല്ലപ്പെട്ടത് എന്ന തിയറി നിലനിൽക്കണമെങ്കിൽ ഏത് വിധേനയും സിസ്റ്റർ ഷെഫി കന്യകയല്ല എന്ന് സ്ഥാപിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് ഒരു വിധത്തിലും വിശ്വാസയോഗ്യമല്ലാത്ത ഹൈമനോപ്ലാസ്റ്റി എന്ന കെട്ടുകഥ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ഈ വിധി വായിക്കുകയും വിധിക്ക് അടിസ്ഥാനമായിട്ടുള്ള സാക്ഷികളുടെ മൊഴിയും കോടതി തെളിവായി സ്വീകരിച്ചിട്ടുള്ള രേഖകളും പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി: ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ടെന്ന്. ആ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ വിധി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ബോധ്യമാകും: ഇതിൻ്റെ റിപ്പോർട്ട് തന്നെ, അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ആശ്രയിച്ചിട്ടുള്ള തെളിവുകൾ തന്നെ ഒട്ടും വിശ്വസനീയമായിരുന്നില്ല. പലതും സാങ്കല്പികമായിരുന്നു. കേസ് വിചാരണയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ CBI ആശ്രയിച്ച സാക്ഷികൾ യഥാർത്ഥത്തിൽ CBIയെ പിന്തുണയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. എന്നിട്ട് പോലും വിധി പ്രതികൾക്ക് അനുകൂലമായി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആര് വിചാരിച്ചാലും സത്യത്തെ തടഞ്ഞു വെക്കാനൊക്കത്തില്ല. സത്യം കുറേ എന്നും നിലനിൽക്കും. കുറേ ആളുകളെ കൂടുതൽ നാളേക്ക് കബളിപ്പിക്കാനും കൂടുതൽ ആളുകളെ കുറച്ച് നാളത്തേക്ക് കബളിപ്പിക്കാനും, പക്ഷേ എല്ലാ ആളുകളെയും എല്ലാ കാലത്തും കബളിപ്പിക്കാനൊക്കെ സത്യം പുറത്തു വന്നിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം സത്യം പുറത്തു വരട്ടെ. നമുക്ക് സത്യം വരുമെന്ന് കാത്തിരിക്കാം.
തികച്ചും ദുർബലവും നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതുമെന്ന് കരുതാവുന്നതുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേർ. അവരിൽ ഒരാൾ ക്യാൻസർ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലുള്ള 73-കാരൻ. മറ്റൊരാൾ ആധുനിക ലോകത്ത് ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അപമാനം സഹിച്ച് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരുവൻ. ഇവർക്ക് നീതി ഇനിയും വൈകരുത്. ഇനിയും പറയുവാൻ ഏറെയുണ്ട്. ഇതുവരെ പറഞ്ഞ വസ്തുതകൾ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ ബലിയാടുകളോ?